അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് 4 മണിക്ക് നല്ല മഴയാണ്. അപ്പോൾ കുട്ടികൾക്ക് കാര്യമായിട്ട് ചായക്ക് കടിയൊന്നുമില്ല. അപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് കരുതിയിരുന്നപ്പോഴാണ് നമുക്ക് മടക്ക് ഉണ്ടാക്കാന്ന് കരുതിയത്. മടക്കി അതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഓരോരുത്തർ ഉണ്ടാക്കി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയൊക്കെ എടുത്ത് ചരിക്കുന്നുണ്ട്. ചരിച്ചില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടാലോ. അപ്പോൾ ആ മൈദയൊക്കെ ആവശ്യത്തിന് എടുത്ത് ചലിച്ചാലൊക്കെ അതാ കഴിഞ്ഞു. ഞാൻ എനിക്ക് പാകത്തിന് കുറച്ച് ഉപ്പിടുക. അത് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് മാത്രം. പിന്നെ അതൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിക്ക് ഞാൻ നല്ല അത്യാവശ്യം മധുരം ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാർ മൈദയിൽ പഞ്ചസാര ഇട്ടിട്ട് കുഴക്കണവരും ഉണ്ട്. ഞാൻ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിക്കുകയാണ്. പിന്നെ ആ മൈദയ്ക്ക് ഞാൻ കുറച്ച് അപ്പസോടി ഇട്ടിട്ടുണ്ട്. അത് ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി മതിലെല്ലാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മൈദന കൊണ്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി തന്നെ കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് വെള്ളം അധികം നല്ല രീതിയിൽ നന്നായിട്ടാണ് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല ഉഷാറിൽ ഇവിടെ കുഴച്ച് നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ ഇത് വെറും പച്ച വെള്ളത്തിലാണ് കുഴച്ചിരിക്കുന്നത്, ചുടുവെള്ളത്തിലൊന്നുമല്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ മേലെ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഓയിൽ കുറച്ച് മാത്രം എടുത്ത് എല്ലാവരും തേച്ചിട്ട് ഒരു 10 മിനിറ്റാണ് എടുത്ത് വെക്കുക നമുക്കിത്. അപ്പോൾ ഓയിലൊക്കെ തേക്കൽ കഴിഞ്ഞു. ഇനി പാത്രം കൊണ്ട് നമുക്ക് അടച്ചേക്കാം, അല്ലെങ്കിൽ മോള് ഒന്നിങ്ങനെ ഉണങ്ങിയ മാതിരി ആവില്ലേ ഉള്ളൂ. ഒരു പാത്രം എടുത്ത് ഞാൻ അടച്ചു വെക്കുക. അതൊക്കെ അവിടെ ആകുമ്പോഴേക്കിന് നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പ്ലേറ്റിലെടുക്കണം. അതിക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കണം. ആ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നോക്കുന്നാൽ. അപ്പോൾ ഓയിലൊക്കെ എടുത്തു വയ്ക്കുക, കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞ് നല്ലോണം ഒന്ന് കലക്കുക നമുക്കത്. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മളെ മാവ് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടുവന്നിട്ട് കുഴച്ച് കൊടുത്തു. ഇനി നമുക്കിതിനെ ഓരോ ബോളുകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒക്കെ ഇതാ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തണ മാതിരി തന്നെ ചപ്പാത്തി പലകയിലിട്ടിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കുക. ഓരോ ബോളിനും ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മളതൊക്കെ പരത്തൽ കഴിഞ്ഞിട്ടുണ്ട്. പുട്ടിനീന് കടലാസിൽ ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ് ഞാനിത്. ഇനി നമുക്ക് പരത്തി വെച്ചിന്ന് ഒന്നിനണ്ട് എടുക്കുക. ഇതിങ്ങനെ നിർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച അരിപ്പൊടിയും ഓയിലും കലക്കിയതുണ്ടല്ലോ, അതിങ്ങനെ തേച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മേലെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് രണ്ടാമത്തെ ഒന്നുകൊണ്ട് വെച്ച് കൊടുക്കുക. രണ്ടാമത്തെയും വെച്ചിട്ട് അതിൻ്റെ മേലെയും അതേമാതിരി തന്നെ ഓയിലും അരിപ്പൊടിയും കലക്കിയത് തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ തന്നെ നമുക്ക് മൂന്നാമത്തതും വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് വെക്കേണ്ടത്. മൂന്നാമത്തെയും വെച്ചിട്ട് മൂന്നാമത്തേൻ്റെ മേലപ്പൊടിയൊക്കെ തേച്ച് പോകും. എന്നിട്ട് പിന്നെ നമുക്ക് അതിനങ്ങനെ ഒരു റോളാക്കിയിട്ട് മടക്കിയെടുക്കുക വേണ്ടത്. ഇങ്ങനെ റോളാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇങ്ങനെ റോളാക്കി എടുത്താലും നമ്മൾ മടക്കി നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് കിട്ടുള്ളൂ. മടക്കി വെച്ചിട്ട് നമുക്കൊരു കത്തി എടുത്തിട്ട് ഇതിനെങ്ങനെ കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബോളിനെയും പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കട്ട് ചെയ്ത് വെച്ചിന്ന് ഒന്നിനെടുത്തിട്ട് മെല്ലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഓരോന്നിനെ എടുത്തിട്ട് മെല്ലെ വീണ്ടും മെല്ലെ ഒന്ന് നമ്മൾ ആ പത്തിരി വരത്തിനെ കോയിലുകൊണ്ട് മെല്ലെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി.
അപ്പോൾ ആ കട്ട് ചെയ്തിനി ഫുള്ള് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതും ഇതങ്ങനെ ഒട്ടുണ്ടെങ്കിൽ ഞാൻ കടലാസിൽ ഇങ്ങനെ വേറെ വേറെ ഇട്ടിക്കുകയാണ്. അപ്പോഴേക്കിനെ അടുപ്പത്ത് അതിൻ്റെ ഇടയിൽ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ അത് അവിടെ നല്ല ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നിനെ ഇട്ടെടുത്ത് നോക്കുക. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഈ 2-3 നാലെണ്ണത്തിനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക ഇതിന്. പിന്നെ നമ്മൾ ഈ മൈദമാവ് കുഴക്കുമ്പോൾ മഞ്ഞപ്പൊടി ചേർക്കേണ്ടവർക്ക് മഞ്ഞപ്പൊടി ചേർക്കാട്ടോ. ഞാനത് ചേർത്തിട്ടുണ്ടാകുന്നില്ല. നമുക്കിപ്പോൾ കുടിയത്തെ ആവശ്യത്തിന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ലേ. അപ്പം ഞാൻ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ടാകുന്നില്ല. അതൊരു മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ട് മൈദ കുഴക്കുമ്പോൾ തന്നെ കുഴക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നല്ല പൊന്തി വന്ന് റെഡി ആയിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി ഇതിനൊന്ന് കോരി എടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ കോരെടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഒച്ച അങ്ങനെ ഉണ്ടാകും. ഇതേമാതിരി തന്നെ മറ്റെല്ലാതും പൊരിച്ചെടുക്കുക. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളെ മടക്കൊക്കെ ഒക്കെ അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞപ്പൊടി ഇടാത്തതുകൊണ്ടാണ് ഈ കളറ്. മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കളർ ഉണ്ടാവും. പിന്നെ നമ്മളിത് കച്ചവടത്തിന് ഉണ്ടാക്കണമെന്നല്ലല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത്ര വലിയ ലെയർ കാണുമ്പോൾ അല്ല, പക്ഷെ ഇങ്ങനെ പൊട്ടിച്ചുമ്പോൾ നല്ല ഉള്ളിൽ നല്ല ലെയർ ഉണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നോക്കുമ്പോഴും നല്ല രസമുണ്ട്. നമ്മളെ വള്ളത്തിൽ മധുരിട്ടിട്ടൊക്കെയാണല്ലോ കുഴച്ചിരിക്കുന്നത്. അപ്പോൾ പാകത്തിലെ മധുരം ഇതൊക്കെ ആയിട്ട് തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരക്കും അസ്സലാമു അലൈക്കും.